പല്ല് തേക്കാനായിട്ട് പെൺകുട്ടി ബ്രഷ് എടുത്തപ്പോൾ ആ മണവാളൻ മണവാട്ടിയോട് പറഞ്ഞു, പേസ്റ്റ് താഴെ നിന്നിടണം. മണവാട്ടി ചോദിച്ചു, എന്താ പേസ്റ്റ് മുകളിൽ നിന്നെടുത്താൽ? വീണ്ടും പയ്യൻ പെൺകുട്ടിയോട് പറഞ്ഞു, പേസ്റ്റ് താഴെ നിന്നെടുത്താൽ മതി. അവൾക്ക് അത്രയും കണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല. പേസ്റ്റ് മുകളിൽ നിന്നെടുത്താൽ എന്തു സംഭവിക്കും? പേസ്റ്റ് താഴെ നിന്നെടുത്തില്ലെങ്കിൽ അമ്മ വഴക്ക് പറയും. അമ്മ വളരെ ഡിസിപ്ലിൻ ഉള്ള ആളാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി പേസ്റ്റും ബ്രഷും എടുത്ത് ഒറ്റ ഏറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനൊരു തീരുമാനം ഉണ്ടായിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. ഉടനെ തന്നെ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചപ്പോൾ സ്നേഹമുള്ള അമ്മ മകളോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഇതിനൊരു തീരുമാനമുണ്ടായിട്ട് പല്ല് തേച്ചാൽ മതി. എന്നാൽ ഇന്ന് രണ്ടുപേരും രണ്ട് വീട്ടിലാണ് താമസം. രണ്ടുപേരും രണ്ട് വീട്ടിൽ താമസിക്കത്തക്കവണ്ണം എന്ത് കാരണമുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ആരോഗ്യമില്ലാത്ത പുതിയ തലമുറ, ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യമുള്ള പുതിയ തലമുറ ഉണ്ടാകണമെങ്കിൽ വചനബന്ധിതമായ ജീവിതം നമ്മളുടെ ഇടയിൽ ഉണ്ടാകണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലങ്ങളെയെല്ലാം ഒന്ന് ഉഴുതിട്ട് അവിടെ എത്രയെ നാം ഓരോരുത്തരും വിതയ്ക്കേണ്ടത്. നാം ഓരോരുത്തരും വചനത്തിന്റെ വിത്തുകളെ വിതയ്ക്കേണ്ടത് മുള്ളുകളുടെ ഇടയിലല്ല, മറിച്ച് തരിശു നിലമായി കിടക്കുന്ന ഇടങ്ങളെയെല്ലാം വചനത്താൽ ഒന്ന് നനച്ച് മണ്ണിനെ ഒന്ന് ഉടച്ച് അവിടെ ദൈവത്തിന്റെ വചനത്തെ വളർത്തി സമൃദ്ധിയുടെ ലോകത്തിൽ വചനബന്ധിതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. രണ്ടാമതായി, തിരക്കേറിയ ഈ ലോകത്തിൽ ആരാധനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നാം എല്ലാവരും ഇന്ന് തിരക്കിലാണ്. ആരോട് ചോദിച്ചാലും തിരക്കിലാണ്. ഇവിടെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കുതിര പടയ്ക്കുപായി എന്നതുപോലെ ഓരോരുത്തരും താന്താന്റെ വഴികളിൽ ഓടുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, കുതിര പടയ്ക്കുപായി എന്നതുപോലെ ഓരോരുത്തരും താന്താന്റെ വഴികളിൽ ഓടുന്നു. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനായി തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ആരാധനാ ജീവിതം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രം സമയമില്ല, ദൈവസന്നിധിയിൽ ആയിരിക്കാൻ നമുക്ക് നേരമില്ല. അല്പസമയം വേർതിരിക്കണമെങ്കിൽ നാം എന്തെല്ലാം മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. 6 ദിവസം നമുക്കായി ഉള്ളതെങ്കിൽ 7-ാം ദിവസം അതിന്റെ ദശാംശമായി യഹോവയ്ക്ക് സമർപ്പിക്കുവാൻ ഇന്നിന്റെ പുതിയ തലമുറയ്ക്ക് നേരമില്ലാതിരിക്കുന്ന സമയത്ത് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാനുള്ള ശക്തി തരുന്നത്. നിന്റെ ദൈവമായ യഹോവയെ ഓർക്കണം. കാരണം നിന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത നന്മയത്രേ നീ അനുഭവിക്കുന്നത്. ഒന്നുമില്ലായ്മയുടെ കാലത്ത് മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായതുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്നിന്റെ നന്മ അനുഭവിക്കുന്നത്. അവരുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീരാണ് ഇന്ന് ടൈൽസായും ഗ്രാനൈറ്റുകളായിട്ടും നമ്മുടെ ഭവനങ്ങളെ തിളക്കുന്നത്. ഉയരത്തിലേക്ക് അവർ കണ്ണുകൾ ഉയർത്തിയത് കൊണ്ടാണ് ഇന്ന് നാം ഓരോരുത്തരും മച്ചിട്ട ഭവനങ്ങളിലായിരിക്കുന്നത്. അവരോട് വാഗ്ദത്തം ചെയ്ത ദൈവമല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാനുള്ള ശക്തി നൽകുന്നത്. സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്ന ദൈവത്തെ ആരാധിക്കുവാൻ പലപ്പോഴും നാം മറന്നുപോകുന്നു. നമ്മുടെ പിതാക്കന്മാർ നമ്മെ നമസ്കാരത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, അഖിലം ഞാൻ ആരാഞ്ഞിട്ടും ദൈവഭയത്തെക്കാൾ മികച്ചതായി ഞാനൊന്നും കണ്ടിട്ടില്ല. ഉദാഹരണ സഹിതം വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ആരൊക്കെയാണ്? സഹോദരന്മാരാൽ ഒറ്റപ്പെടുത്തപ്പെട്ട, സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട യോസേഫ് മിസ്രൈമിന്റെ അധിപതിയായത് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ്. ഇന്നിന്റെ ദിവസങ്ങളിൽ സഹോദരന്മാർ ഒറ്റപ്പെടുത്തിയാലും, അയൽക്കാർ തള്ളിപ്പറഞ്ഞാലും, കൂട്ടുകാർ തന്നെ കണ്ടില്ലെന്ന് തന്നെ നടിച്ചാലും, എവിടെ നിന്നെല്ലാം വേദനകൾ ഉണ്ടായാലും മിസ്രൈമിന്റെ അധിപതിയായി യോസഫിനെ ഉയർത്തിയ ദൈവം ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് സാക്ഷിപ്പാൻ തക്കവണ്ണം വിശ്വാസം തിരക്കേറിയ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. വീണ്ടും പറയുന്നു, താൻ വിക്കനെന്ന് സ്വയം സമ്മതിച്ച മോശ, തനിക്കൊന്നിനും പ്രാപ്തിയില്ലെന്ന് ദൈവസന്നിധിയിൽ സമ്മതിച്ച മോശ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ഒരു വടി കൊണ്ട് കടലിനെ രണ്ടായി പകുക്കുവാൻ തക്കവണ്ണം ശക്തി യഹോവ മോശയിൽ നിക്ഷേപിച്ചതുപോലെ ജീവിതത്തിൽ തകർന്നു പോകുമ്പോൾ, ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ, ജീവിതത്തിൽ
ജീവിതത്തിന്റെ കടബാധ്യതയിൽ, ജീവിതത്തിൻ്റെതായ പ്രശ്നങ്ങളിൽ, കുടുംബ പ്രശ്നങ്ങളിലെല്ലാം തകർന്നു പോകുമ്പോൾ മൂശയെ ശക്തിപ്പെടുത്തിയ ദൈവം എന്നെയും ശക്തിപ്പെടുത്തുമെന്ന് എന്റെ ആരാധനാ ജീവിതത്തിൽ കൂടെ എന്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുമെന്ന് പറയത്തക്കവണ്ണമുള്ള അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. വീണ്ടും നമുക്ക് ആ ഗാനത്തിൽ കാണാൻ സാധിക്കും, ഹാനനീയ പൈതങ്ങൾ അഗ്നിയുടെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നു. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ രോഗിയായിരിക്കാം, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ആർക്കും വേണ്ടാത്തവനായിരിക്കാം, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ കൊള്ളരുതാത്തവനായിരിക്കാം. എന്നാൽ ഹാനനീയ പൈതങ്ങളോടൊപ്പം അഗ്നിയിൽ ഇറങ്ങിയ ദൈവം അഗ്നി പരീക്ഷകളിൽ എന്നോടൊപ്പമുണ്ട് എന്ന് സാക്ഷിക്കുവാൻ തക്കവണ്ണ വിശ്വാസം ആരാധനയിലൂടെ നേടിയെടുത്ത് പുതിയ തലമുറയിലേക്ക് കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ദൈവാരാധനയെ സ്നേഹിക്കുവാൻ ഒരു ദിവസം 24 മണിക്കൂറെങ്കിൽ സകലത്തിന്റെയും ദശാംശം യഹോവയ്ക്കുള്ളതെങ്കിൽ 24 മണിക്കൂറിന്റെ ദശാംശം 2.5 ചിൽവാനമാണ്. ചിൽവാനം കളഞ്ഞാൽ 2.5 മണിക്കൂർ ദൈവത്തോടൊപ്പമായിരിക്കുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ജോലി കാര്യങ്ങളിൽ, നമ്മുടെ ആരാധനയിലൂടെ എല്ലാം സാധിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാപ്തരായി നാം ഓരോരുത്തരും തീരണമെങ്കിൽ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു ഭക്തനെ സംബന്ധിച്ച് 3 തരം പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം. അവന്റെ വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയും സമൂഹമായുള്ള ആരാധനയും. എന്റെ വ്യക്തിപരമായ പ്രാർത്ഥന എപ്രകാരമാണ്? പ്രഭാതത്തിലും പ്രദോഷത്തിലും എനിക്ക് വ്യക്തിപരമായി അപ്പോഴെങ്കിലും ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നുണ്ടോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 12-ാം വേദഭാഗത്തിൽ ദാനിയേൽ പ്രവാചകൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ദാനിയേലിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, നീ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ താഴ്ത്തി ഏൽപ്പിച്ച ആദ്യ നിമിഷം തന്നെ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. നീ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ താഴ്ത്തി ഏൽപ്പിച്ച ആദ്യ നിമിഷം തന്നെ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ മറിയാം നിന്നിടും നേര ദൈവസന്നിധിയിൽ മറിയാൻ പ്രാർത്ഥിപ്പാനായി തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ അഗ്നിയാൽ ആവൃതനായ ദൂതൻ മറിയാമിന്റെ അടുക്കലേക്ക് വന്ന് മറിയാമിനെ വന്ദനം ചൊല്ലിയെങ്കിൽ, പ്രിയരെ, നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ എപ്പോഴെങ്കിലും നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഇനിയുള്ള പ്രാർത്ഥനയിലെങ്കിലും കർത്താവെ, അവിടുത്തെ ദൂതന്മാരുടെ കാവൽ ശക്തമായി എന്നോടൊപ്പം ഇരിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പ്രീതികരമായ പ്രാർത്ഥന എന്റെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഓരോ ഭക്തനും സാധിക്കുമ്പോഴാണ് ഭക്തി ജീവിതം ശക്തിയുള്ള ജീവിതമായി മാറുന്നത്. രണ്ടാമതായി കുടുംബ പ്രാർത്ഥനകൾ. കുടുംബ പ്രാർത്ഥനകൾ ഇന്ന് അന്യം നിന്നു പോകുന്ന കാലഘട്ടമാണ്. തിരക്കിന്റെ ലോകത്തിൽ കൂടെ നാം ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൻ അമ്മയോട് പറയും, നീയും പിള്ളേരും പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, ഞാനിതാ വന്നേക്കാം. അമ്മ അപ്പനോട് പറയും, മക്കളോട് പറയും, നീ അങ്ങ് പാടി തുടങ്ങിക്കോ, അമ്മ ഇപ്പൊ വന്നേക്കാം. മക്കൾ പരസ്പരം മത്സരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുടുംബ സന്ധ്യകൾ എത്രയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. പ്രാർത്ഥന ഇന്ന് ഒരു ക്രിയയായി മാറിയിരിക്കുകയാണ്. പ്രാർത്ഥന ഇന്ന് ഒരു പ്രകടനമായി മാറിയിരിക്കുകയാണ്. പ്രാർത്ഥന ഇന്ന് ഒരു പ്രഹസനമായി മാറിയിരിക്കുകയാണ്. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കാരണം അബ്രഹാം ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ, ഹൃദയം വിട്ടുകൊടുത്തപ്പോൾ വിശ്വാസികളുടെ പിതാവായി മാറി. ശലോമോൻ തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ ജ്ഞാനികളിൽ ജ്ഞാനിയായി മാറി. കയീൻ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയപ്പോൾ സഹോദരന്റെ കുലപാതകിയായി മാറി. യൂദ ദൈവസന്നിധിയിൽ ദൈവത്തെ ഓർക്കാതെ തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ ഗുരുവിന്റെ ഒറ്റുകാരനായി മാറി. മറിയാം ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചതുപോലെ ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടി കുടുംബമായി പ്രാർത്ഥിക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. കാരണം പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയാമിനെ വന്ദനം ചെയ്തപ്പോൾ മറിയാം ഉത്തരമായി പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ
നിറവേറട്ടെ. 33 വർഷങ്ങൾക്ക് ശേഷം ഇതേ ഡയലോഗ് ഗത്സമേനിൽ ആവർത്തിക്കപ്പെടുകയാണ്. പിതാവിന്റെ മുൻപിൽ മുട്ടുമടക്കിയ പുത്രൻ പറയുന്നു, പിതാവേ, എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറണം. മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കളുടെ പ്രാർത്ഥനയായി മാറും. മറിയാം ദൈവസന്നിധിയിൽ സമ്മതിച്ചു, എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം. അത് തന്നെ പുത്രൻ 33 വർഷത്തിന് ശേഷം ആവർത്തിച്ചു, പിതാവേ, എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറണം. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകത്തില് 28-ാം അധ്യായത്തിൽ നമ്മൾക്ക് പ്രിയങ്കരനായ ഒരു കഥാപാത്രമുണ്ട്, യാക്കോബ്. യാക്കോബ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, നീ എന്നെ അനുഗ്രഹിക്കണം, നീ എന്നോട് കൂടെ ഇരിക്കണം, നീ എന്റെ യാത്രയിൽ എനിക്ക് തുണയായിരിക്കണം, നീ എനിക്ക് ഉണ്ണാനും ഉടുപ്പാനും നൽകി എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് എന്നെ സമാധാനത്തോടെ അയച്ചാൽ നീ എന്റെ ദൈവമെന്ന് ഞാൻ സാക്ഷിക്കാം. നമ്മളും പറയും, കർത്താവെ, അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല. ആകാശത്തെയും ഭൂമിയെയും തന്റെ കൈകളിൽ ഒളിപ്പിക്കുന്നവൻ, തന്റെ വിരൽ തുമ്പിൽ അണ്ടകടാഹത്തെ വഹിക്കുന്നവനായ ദൈവത്തോട് നമ്മൾ പറയാണ്, അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല. യാക്കോബിനെ പോലെ ഞാനും പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും നേടിത്തന്ന വിശ്വാസം പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അത്തിമരങ്ങൾ പൂത്തില്ല എങ്കിലും മുന്തിരിവള്ളികൾ വാടിപ്പോയാലും ആലയിലുള്ള എന്റെ ആടുകളെല്ലാം ചത്തുപോയാലും ഒലിവിന്റെ കൈക്കനികൾ ഉതിർന്നു പോയാലും യഹോവയാണ് എന്റെ ആനന്ദം, യഹോവയാണ് എന്റെ ബലം. അത്തിവൃക്ഷം കായ്ച്ചില്ലെങ്കിലും മുന്തിരിവള്ളി വാടിപ്പോയാലും എനിക്കുള്ള സമ്പത്തെല്ലാം നശിച്ചു പോയാലും ഈ കാണുന്നതൊന്നും എന്റേതല്ല, നിന്റെ കൃപ മാത്രമാണെന്ന് മക്കളുടെ മുൻപിൽ സാക്ഷിക്കുന്ന, മക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ തിരക്കേറിയ ജീവിതങ്ങളിൽ ഉണ്ടാകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ തലമുറയെ, ഇളം തലമുറയുടെ മുൻപിൽ മാതൃകയാകുവാൻ ഇരുത്തം വന്ന തലമുറയ്ക്ക് ഇതുമൂലം സാധ്യമാകും. മൂന്നാമതായി നമ്മുടെ ആരാധനാ ജീവിതം. ഇന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനൊരു ആരാധന? ഇത്രയും നേരമൊക്കെ വേണോ? എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കും. എന്നാൽ ഇസ്രായേൽ ജനം പലായനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് വസിപ്പാൻ കൂടാരങ്ങളോ അവർക്ക് ആരാധിപ്പാൻ ആരാധനാലയങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് പോലും തന്റെ ജനം കൂട്ടം കൂട്ടമായും വംശം വംശമായും യഹോവയെ ആരാധിക്കണമെന്നത് യഹോവയുടെ ചട്ടമായിരുന്നു. താങ്കളുടെ ഗോത്രത്തിൽ ഒന്നു ചേർന്നിരുന്ന് യഹോവയോട് പ്രാർത്ഥിക്കുകയും യഹോവയ്ക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുന്നതായി വേദപുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 27-ാം വേദഭാഗത്തിൽ പറയുന്നുണ്ട്, 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗമായിരിക്കണം. അന്ന് എന്റെ ജനം ആത്മതപനം ചെയ്യുകയും യഹോവയ്ക്ക് ദഹനബലി അർപ്പിക്കുകയും ചെയ്യണം. യഹോവയെ ആദരിക്കുകയും യഹോവയോട് ഒന്നു ചേർന്ന് ആരാധിക്കുകയും ചെയ്യുവാൻ ദേവാലയത്തിലേക്ക് നാം കടന്നു വരണം എന്നുള്ളത് ദൈവം മനുഷ്യന് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു കൽപ്പനയാകുന്നു. എന്നാൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 24-ാം വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എന്നാൽ ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാതെ തമ്മിൽ പ്രബോധിപ്പിക്കുവാനും സ്നേഹിക്കുവാനും ഇവിടെ സ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനല്ല, മറിച്ച് സഭായോഗങ്ങളിൽ ഒന്നു ചേർന്ന് ഒരേ ശബ്ദമായി ദൈവത്തെ ആരാധിക്കുക. സഭയുടെ തലയായിരിക്കുന്ന ക്രിസ്തു, മണവാളനായിരിക്കുന്ന ക്രിസ്തുവിന്റെ മുൻപിൽ ഒരുക്കമുള്ള മണവാട്ടികളായിരിക്കണം നാം ഓരോരുത്തരും. വിവാഹ ശുശ്രൂഷയിൽ നാം ഓരോരുത്തരും പാടാറുണ്ട്, രക്തത്താൽ ഞാൻ വാങ്ങിയൊരീ സഭയെ നിങ്ങൾ സംരക്ഷിക്കാം. ആരെയാണ് സഭയുടെ സംരക്ഷണ ചുമതല ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്? നമ്മെ ഓരോരുത്തരെയുമാണ്. ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കുന്ന സഭയെ എങ്ങനെ ഒരുക്കത്തോടെ ആയിരിക്കണമെന്ന് മണവാളനായ ക്രിസ്തു 2ാമത്തെ വരവിൽ ഇറങ്ങി വരുമ്പോൾ നാം ഓരോരുത്തരും ഒരുക്കമുള്ള മണവാട്ടികളായി സഭയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. നാം പലപ്പോഴും പറയും, സഭ എന്നുള്ളത് വൈദികർക്കും മേൽപ്പെട്ടക്കാർക്കും പിന്നെ കുറച്ചു പേർക്കും കൂടി ഉള്ളതല്ലേ, ഞാനും നിങ്ങളും
എന്ത് ചെയ്യണം? അതിന് ഞങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞങ്ങൾ പോകും, ഞങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ സംബന്ധിക്കും. പഴയതുപോലെ ആരാധനയ്ക്ക് പോക്കൊന്നും നടക്കുന്ന കാര്യമല്ല, പഴയതുപോലെ നോമ്പ് ഉപവാസമൊന്നും നടക്കുന്ന കാലമല്ല. എന്നാൽ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് അമാലേക്ക് ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യുവാനായി കടന്നു വരുമ്പോൾ മോശ യോശുവയോട് പറയുന്നുണ്ട്, ആളെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ജനത്തെ കൊണ്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുവാൻ നീ പുറപ്പെടുക. മോശ പർവ്വതത്തിലേക്ക് കയറി കയ്യിൽ വടിയുമേന്തി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. മോശയോടൊപ്പം യോശുവയും ഹൂരും ഉണ്ടായിരുന്നു. മോശ കൈകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽ ജനം അമാലേക്കിനെ പൊരുതി തോൽപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഭാരത്താൽ മോശയുടെ കൈകൾ താഴേക്ക് പോന്നപ്പോൾ ഇസ്രായേൽ ജനം പരാജയപ്പെടുന്നത് കണ്ടിട്ട് യോശുവയും ഹൂരും ചേർന്ന് നിന്ന് മോശയുടെ കൈ ഉയർത്തിപ്പിടിക്കുന്നതായി പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നാം കാണുന്നുവെങ്കിൽ, മോശയുടെ കൈകളെ ഉയർത്തിപ്പിടിച്ചതുപോലെ സഭയുടെ കൊമ്പുകളെ ഉയർത്തിപ്പിടിക്കുവാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും ആരാധനാ ജീവിതത്തിൽ ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ആരാധനാ ജീവിതം ശക്തിയുള്ളതായി തീരുന്നത്. ശക്തിയുള്ള ആരാധനാ ജീവിതം തിരക്കേറിയ ജീവിതത്തിൽ ആരാധനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം വ്യക്തിപരമായ പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കുടുംബ പ്രാർത്ഥന നമ്മളുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കണം. കൂട്ടമായ ആരാധന നമ്മളുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കണം. തിരക്കേറിയ ജീവിതത്തിൽ ആരാധന നമ്മൾ മറന്നു പോകരുത്. പുതിയ തലമുറയെ ആരാധനാ ജീവിതം പഠിപ്പിക്കുവാൻ നാം മറന്നു പോകരുത്. മൂന്നാമതായി, വികസനത്തിന്റെ ലോകത്തിൽ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. വികസനത്തിന്റെ ലോകത്തിലാണ്, വികസനത്തിന്റെ പന്ഥാവിൽ കൂടെ നാം ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗം അതിന്റെ ഉച്ചകോടിയിൽ എത്തി നിൽക്കുമ്പോൾ, വികസനം മാത്രം എങ്ങും കേൾക്കുമ്പോൾ, മെട്രോ റെയിലുകളും അന്തർവാഹിനികളും ആകാശത്തിൽ കൂടെ പറന്നു നടക്കുന്ന ജെറ്റുകളും വിമാനങ്ങളും എല്ലാം പല രാജ്യങ്ങളും നമ്മുടെ വിരൽ തുമ്പിൽ നിൽക്കുമ്പോഴും നാം ഒരിക്കലും മൂല്യച്യുതിയുള്ളവരായി മാറരുത്.